ഓണം സ്പെഷ്യൽ ഗൂണ്ടാവിരുദ്ധ സ്ക്വാഡുമായി സംസ്ഥാന പോലീസ്. തലസ്ഥാനത്ത് മാത്രം കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത് 42 ഗുണ്ടകളെ. 32 പേർ നിരീക്ഷണത്തിലാണ്. രാത്രികാല പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി MG പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത്. പ്രതീക്ഷ ഈ ഓണക്കാലത്ത് പല വിളയാട്ടങ്ങളെ പോലെ ഗുണ്ടകൾ രംഗത്തിറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗുണ്ടകളെ അമർച്ച ചെയ്ത് അകത്തിടാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN 2021 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 37 അരുംകൊലകൾ നടന്നു എന്നതാണ് റിപ്പോർട്ട്. ഈ കൊലപാതകങ്ങളും അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആഘോഷ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനായാണ് ഈ ഗുണ്ടകൾക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് ശക്തമാക്കുന്നത്. ഇതിനായി ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് പ്രത്യേക ഡ്രൈവ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കാരണം അക്രമകാരികളായ ഗുണ്ടകളെ അമർച്ച ചെയ്യുക എന്നതാണ് പോലീസ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്ന കാര്യം. തലസ്ഥാനത്ത് ഈ അടുത്ത് ഇതുവരെ കാപ്പ ചുമത്തി ജയിലിലടച്ചത് 42 ഗുണ്ടകളെയാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ കൊലപാതകം, ബോംബേറ്, ലഹരിക്കടത്ത്, പിടിച്ചുപറി തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ട ഗുണ്ടകളെയാണ് കാപ്പ ചുമത്തി പോലീസ് ജയിലിലടച്ചത്. ഇതിനോടകം 32 ഗുണ്ടകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ആഘോഷ കാലയളവിൽ ഗുണ്ട ആക്രമണങ്ങൾ ഒപ്പം ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പരിശോധന ഇതിനോടകം തന്നെ ഗുണ്ടാവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലാണ് പരിശോധന കൂടുതലും ശക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേക നിരീക്ഷണത്തിലുള്ള ഗുണ്ടകളുടെയും ഒപ്പം അത്തരത്തിൽ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെയും വീട്ടിലുൾപ്പെടെ പോലീസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ എല്ലാ ദിവസവും 15 മുതൽ 20 വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഓണക്കാലം അടുത്തു. ഈ ഓണക്കാലത്തും ഈ പരിശോധന കൂടുതൽ ശക്തമാക്കുകയാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ വളരെ സുഗമമായ രീതിയിൽ ഓണാഘോഷം നടത്താനുള്ള ഒരു ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിശോധനകൾ പോലീസ് കർശനമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.